ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ്? ഓപ്ഷൻ സി താന്തിയ തോപ്പെ. പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം? ഓപ്ഷൻ ഡി പട്ടണം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം? ഓപ്ഷൻ എ ജനീവ. ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 3, 2, 1, 4. ചമ്പരൺ സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം. ചമ്പാരൻ സത്യാഗ്രഹം, കേദ സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 2023 150 ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ? ഓപ്ഷൻ ബി വൈക്കം അബ്ദുൽ ഖാദർ മൗലവി. ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം. 1. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. 2. സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. തിരമാലകൾ എന്നാൽ? ഓപ്ഷൻ സി 2. സമുദ്ര ഉപരിതലത്തിലൂടെയുള്ള ഊർജപ്രവാഹം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമതലങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. ഓപ്ഷൻ എ 1 മാത്രം തെറ്റായവ, 2, 3 ശരിയായവയാണ്. 2. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമതീര സമതലങ്ങൾ. 10. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എൽനിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? ബേസിക് ആൻസേർഡ് ആണ്. 11. ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ്ജ ഉൽപാദന കേന്ദ്രമാണ്? ഓപ്ഷൻ ബി ഒന്നും രണ്ടും. 1 ഉഗ താഴ്വര, 2 മണികരൻ. 12. 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ്? ഓപ്ഷൻ സി മീഷോങ്. ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ്? ഓപ്ഷൻ എ പുറം പണി കരാർ. GST നിലവിൽ വന്നത്? ഓപ്ഷൻ സി ജൂലൈ 2017. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന? ഓപ്ഷൻ ഡി ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. ഇത് യോജിക്കാത്ത പ്രസ്താവനയാണ്. ശരിയായവ: ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യതയുണ്ടായിരുന്നു. ഇവയാണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവന. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന? ഓപ്ഷൻ സി എ, ബി, ഡി എന്നിവ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായുള്ള പ്രസ്താവനകളാണ്. ഇതിൽ നയങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു: സുസ്ഥിരമാക്കൽ നടപടി, ഘടനാപരമായ പരിഷ്കരണങ്ങൾ. സുസ്ഥിരമാക്കൽ നടപടികൾ അടവുശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യം വെച്ചത്. ഘടനാപരമായ പരിഷ്കരണ നയങ്ങളിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. 17. നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ഇവയെല്ലാം. നയരൂപീകരണവും പദ്ധതികളും ചട്ടക്കൂടും രൂപപ്പെടുത്തൽ, സഹകരണ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും. പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത്? ഓപ്ഷൻ എ 28 ഓഗസ്റ്റ് 2024.
താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നൽകിയിരിക്കുന്നത് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി 1 ഉം 2 ഉം. 1 ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം 1 ഉം 2 ഉമാണ് തെറ്റായ പ്രസ്താവന. ശരിയായവ 3 ഉം 4 ഉം. വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു. 20 സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം. ഓപ്ഷൻ ഡി അനുച്ഛേദം 248. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 1 ഉം 2 ഉം ശരി. 1 സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കും. 2 സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആകുന്നു. 22 ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? ഓപ്ഷൻ സി കൺകറന്റ് ലിസ്റ്റ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 3 ഉം 4 ഉം ശരി. 3 73ാമത് ഭേദഗതി പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കി. 74ാമത് ഭേദഗതി നഗരപാലിക ബിൽ നടപ്പിലാക്കി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എയും ബിയും ശരി. എ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ബി ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. 25 താഴെ തന്നിട്ടുള്ളതിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. ഓപ്ഷൻ ബി 2 ഉം 3 ഉം. 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത. 3 കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജ്. 26 അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ. ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 358. നിലവിലെ UPSC ചെയർമാൻ ആരാകുന്നു? നിലവിലെ UPSC ചെയർമാൻ അജയ് കുമാറാണ്. 27 താഴെ പറഞ്ഞിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ABC എന്നിവ ശരിയാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് വർത്തിക്കുന്നത്. 29 കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്? ഓപ്ഷൻ ബി ഫെബ്രുവരി 19. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായ ഏത് ആക്ട് പ്രകാരമാണ്? ഓപ്ഷൻ എ 2008 28ാം നമ്പർ ആക്ട്. 31 കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരു അംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത്? ഓപ്ഷൻ ബി ഹൈക്കോടതി. 32 താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാവുന്നത്? ഓപ്ഷൻ എ ഡോപ്പമിൻ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ ആധാരമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? ഓപ്ഷൻ സി സിറോഫ്താൽമിയ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? ഓപ്ഷൻ ബി 3 ഉം 4 ഉം തെറ്റായവയാണ്. 1 ഉം 2 ഉമാണ് ശരിയായവ. പ്രോലാക്സിൻ മുലപ്പാൽ ഉൽപാദനം. സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു. 35 RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. ഓപ്ഷൻ ബി തൈമിൻ.
ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം. ഓപ്ഷൻ എ ചെറുതന, ആലപ്പുഴ. 2023 വൈദ്യശാസ്ത്ര നോബലിന് അർഹരായ ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ ഡി ഡ്രൂ വെയ്സ്മാൻ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏത്? ഓപ്ഷൻ ബി റേഡിയോ തരംഗം. പ്രതല ബലത്തിന്റെ SI യൂണിറ്റ് പ്രസ്താവിക്കുക. PSC ക്യാൻസൽഡ് ആണ്. 40-20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന്റെ ഭൂമിയിൽ നിന്നുള്ള പലായന പ്രവേഗം 11.2 km/s ആണ്. എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ പലായന പ്രവേഗം എത്രയായിരിക്കും? ഓപ്ഷൻ സി 11.2 km/s. ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? ഓപ്ഷൻ ബി 2 atm. മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? ഓപ്ഷൻ ബി 7.4. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം. ഓപ്ഷൻ എ നിക്കൽ. വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന്റെ ഒരു ഉദാഹരണമാണ്? ഓപ്ഷൻ ബി ബോയിൽ നിയമം. ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തി ഉള്ളത്? ഓപ്ഷൻ ഡി ഹീലിയം. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഓപ്ഷൻ സി കൂടിയാട്ടം. ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം? ഓപ്ഷൻ ബി ഫുട്ബോൾ. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി? ഓപ്ഷൻ ഡി കുമാരനാശാൻ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ ആരുടെ വാക്കുകൾ? ഓപ്ഷൻ എ വള്ളത്തോൾ. അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ? ഓപ്ഷൻ ബി H9N2. 61. Which of the following sentence contain a gerund? Option C. He enjoys playing saucer. 62. That was dash disappointment, but we managed to get dash room across dash hall from it. Option B. That was a disappointment, but we managed to get the room across the hall from it. 63. As soon as he came, he made sure that everything was all right. Change into a negative sentence without changing its meaning. Option A. No sooner did he come than he made sure that everything was all right. If James dash enough money, he dash buy a new car next year. Option A. If James had enough money, he would buy a new car next year. He was absent dash he was sick. Option A. Because. He was absent because he was sick. Choose the correct meaning of the foreign words and phrases. PSC cancelled ആണ്. 67. Choose the correctly spelled word. Option C. 68. His speech has taken the wind out of my sails. Option C. Made my words or actions ineffective. 69. Thus said, let us come in. Option D.
They requested me to let them come in. A speech made by someone for the first time. Option A. Maiden speech. ശരിയായ പ്രയോഗം ഏത്? ഓപ്ഷൻ ബി. 1 3 ശരിയാണ്. 1 10 തെങ്ങ് 3 100 പുസ്തകം. നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം. ഓപ്ഷൻ സി. നേത്രി. മിന്നാമിനിങ് എന്ന പദത്തിന്റെ പര്യായ പദമാണ്. ഓപ്ഷൻ ബി. 3 4 ശരിയാണ്. 3 തൈജസഗീഢം. 4 കദ്യോതം. ഫടൻ 74 ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം. ഓപ്ഷൻ എ. 1 മാത്രം ശരി. വഞ്ചകൻ. ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ്. ഓപ്ഷൻ ബി. 1 2 ശരിയാണ്. 1 അർത്ഥം, 2 വിത്തം. ശരിയായ വാക്കുകൾ ഏത്? ഓപ്ഷൻ ഡി. 2 4 ശരിയാണ്. 2 രക്ഷകർത്താവ്, 4 ഹാർദം. 77 ഫാഷൻ മൊങ്ക് എന്ന പദത്തിനുള്ള ഉചിതമായ തർജ്ജമ ഏത്? ഓപ്ഷൻ എ. അഴകിയ രാവണൻ. കഥയുടെ പ്രധാനമായ അംശം ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ സി. 2 മാത്രം ശരിയാണ്. കഥാസാരം. 79 പിൽക്കാലം, കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത്. ഓപ്ഷൻ എ. 1 3 ശരിയാണ്. 1 പിൻ പ്ലസ് കാലം, 3 കൺ പ്ലസ് നീര്. 80 അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ ഡി. 4 മാത്രം ശരിയാണ്. ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും.